കറിവേപ്പില ബീഫ് ഫ്രൈ ആണ് ഇന്നുണ്ടാക്കുന്നത്. അതിന് 2 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ബീഫ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം കുക്കറിലിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇറച്ചിയുടെ എല്ലാവിടെ എത്തണ തരത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഇറച്ചി വേവാൻ വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 3 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. കറിവേപ്പില നന്നായി വറുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. പാനിലേക്ക് വീണ്ടും കറുവപ്പട്ട, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 3-4 ഏലക്കായ, 3-4 കരയാമ്പൂ ഇട്ട് നന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കുക. 5 സവോള, 3 കുടം വെളുത്തുള്ളി, വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് അരിഞ്ഞു വയ്ക്കുക. വറുത്ത് വെച്ച സാധനങ്ങൾ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. അഞ്ചാറ് പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയും നിറം മാറിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാള വഴറ്റി വന്നതിന് ശേഷം ഒരു വലിയ ടേബിൾ സ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കുക. ചതച്ച മുളകിട്ട് നന്നായിട്ട് വഴറ്റുക. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച കറിവേപ്പിലയുടെ കൂട്ട് ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫ് ഇട്ട് നന്നായിട്ട് വേവിക്കുക. ബീഫിലെ വെള്ളം വറ്റണ വരെ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക. വെള്ളം വറ്റി വന്നതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 30 മിനിറ്റ് വേവിച്ചെടുക്കുക. സ്വാദിഷ്ടമായ കറിവേപ്പില ബീഫ് ഫ്രൈ റെഡിയായി.